ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യണോ എന്നിങ്ങനെ കുറേ ആലോചിച്ചിരുന്നു. ഞാനൊരു പുതിയ വ്ളോഗറാണ്. അപ്പോൾ ഞാനിങ്ങനത്തെ വിഷയത്തിലൊന്നും ഇടപെടലില്ല. ഞാൻ ചെറിയ ചെറിയ ഷോർട്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ടയോ എന്ന് കുറേ ആലോചിച്ചു. പിന്നെ ഞാൻ തന്നെ വിചാരിച്ചെന്നാലോ ഒന്ന് സംസാരിച്ചേക്കാം. പകുതി മുതലേ കേൾക്കുന്നതാണ് സാജിദ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചെങ്കിൽ തന്നെ അത് ഒരു പ്രശ്നമില്ല. എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് പിന്നെ ഇത്രയും നാളായി, പിന്നെ അവർക്ക് വേണമല്ലോ, ഒരു ജീവിതം വേണമല്ലോ. പിന്നെ അവർ 5 മക്കളെ നോക്കുന്നതാണ്, അതിൽ ബഹുമാനം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ ഭർത്താവൊന്നും ഇല്ലാണ്ട് ഒരു മക്കളെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതും സാമ്പത്തികമായിട്ട് പിന്നോട്ടുള്ള ആളുകൾക്ക് നോക്കാൻ പ്രയാസം തന്നെയാണ്. അപ്പോൾ 5 മക്കളെ അവർ നോക്കുന്ന നല്ല അൽഹംദുലില്ലാ മാഷാ അല്ലാ കാണുമ്പോൾ നല്ല രീതിയിൽ തന്നെ വളർത്തുന്ന അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അവർ പറയുന്ന ചില കാര്യങ്ങൾ അത് അവർക്ക് തന്നെ വിനയായിട്ട് വരുന്നതാണ്. ഓരോ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ 1000 വട്ടം ആലോചിക്കണം. ഇന്നത് ഞാൻ പറയണം, ഇന്നത് പറയണ്ട. അത് ആലോചിച്ചതിന് ശേഷമേ പറയാൻ പാടുള്ളൂ. അവർ തന്നെ കുറേ 2 ഇൻ്റർവ്യൂവിൽ ഞാൻ ഫുള്ള് കേട്ടിട്ടുണ്ടായിരുന്നു. 2 ഇൻ്റർവ്യൂ. ആ 2 ഇൻ്റർവ്യൂവിലും അവർ പറയുന്നുണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞു, പിന്നെ ഇന്നടുത്ത് വയനാട്ടിൽ വെച്ചിട്ടായിരുന്നു വിവാഹം കഴിഞ്ഞത്. പിന്നെ ഞാനും വയനാട്ടിൽ അത് വിവാഹം കഴിഞ്ഞു എന്നവർ വ്യക്തമായി പറയുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ പിന്നെ ഒരു കുറച്ച് ഫ്രണ്ട്സുകളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് അവരും വേറെ ആരും ഉണ്ടായില്ല, അവരെ ഭാഗത്തുനിന്ന് ആരും ഉണ്ടായെന്ന് പറഞ്ഞില്ല. ഹസ്ബൻഡിൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളും അങ്ങനെ 5-10 ആളുകൾ ഉണ്ടാകുന്നൊരു ചടങ്ങായിട്ടൊന്നുമില്ല. അപ്പം മക്കളെയൊന്നും കൂട്ടാത്ത ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു ചടങ്ങായിട്ടൊന്നുമില്ല, പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് പിന്നെ എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് ഇന്ന് അവർ ഒരു വീഡിയോ ചെയ്ത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ അന്ന് വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ. അന്ന് അവതാരിക ചോദിക്കുന്നുണ്ട് മഹർ കാണിച്ച്, മഹറിലെ ലെറ്റർ അന്ന് അവർ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല മഹറിൽ എഴുതിയതെന്ന് പറഞ്ഞപ്പോൾ അവതാരിക ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരാം, എസ് എന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് ലെറ്റർ എസ് എന്നാണെന്ന്. അപ്പം ഈ ഷറഫുദ്ദീൻ എന്ന പേരും പറഞ്ഞല്ലോ, അവർ പറഞ്ഞതെന്നല്ല, കുറേ വീഡിയോസിലൊക്കെ കണ്ടു ഷറഫുദ്ദീൻ. അപ്പോൾ എസ് എന്ന് പറഞ്ഞ അപ്പോൾ ഈ റൌഫ് എന്ന് പറയുന്ന ആളിൻ്റെ അടുത്തുനിന്ന് മഹർ വാങ്ങാൻ പൈസ വാങ്ങിയിട്ട് റൌഫിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായാലും എസ് അല്ല, ആറാണ്. അപ്പോൾ അത് അവർ കുത്തിച്ചു. പിന്നെ ഇന്ന് പറയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ആലോചിക്കണം എന്തെന്ന് പറയണോ എന്നത് പറയണ്ട. പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-15 ദിവസത്തോളം വിവാഹം കഴിച്ചു എന്നുള്ള ചർച്ച തന്നെയായിരുന്നു. ഇന്നിപ്പം വന്ന് പറയാം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഇന്ന ആളെ അങ്ങനെ വിളിച്ചടങ്ങാറാക്കിയത് കൊണ്ട് പറഞ്ഞതാണ്, മറ്റാളെന്നെ ശല്യം ചെയ്തത് കൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാലോ. ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ അത് എത്തേണ്ടടുത്തൊക്കെ എത്തിക്കഴിഞ്ഞു. എന്നിട്ട് ഇങ്ങനെയുള്ള നുണകൾ പറഞ്ഞുണ്ടാക്കാൻ പാടില്ലാലോ. അപ്പോൾ എനിക്ക് അവരുമായിട്ടൊരു ഇതുണ്ടായിട്ടല്ല ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. പിന്നെ അവർ കാണാണ്, എൻ്റെ വീഡിയോ ഒന്നും കാണാനൊരു വയ്യുമില്ല. ഞാൻ പുതിയ യൂട്യൂബറാണ്, എനിക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ. പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടല്ല, ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോ കണ്ടിട്ടെങ്കിലും അവർ ഇതുപോലെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കട്ടെ, സത്യങ്ങൾ മാത്രം വിളിച്ച് പറയട്ടെ. വേണ്ടാണ്ട് ഒരു നുണക്കഥകൾ എന്തിനാ ഇങ്ങനെ പറയുന്നത്, മറ്റുള്ളവരെ വെറുപ്പ് എന്തിനാ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത്. ആദ്യം അവരുടെ വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഒരുപാട് ആളുകൾ നല്ല കമൻസുകളായിരുന്നു ഇടാറുള്ളത്. ഇപ്പോൾ അവരുടെ വീഡിയോസിന് താഴെ ഫുൾ നെഗറ്റീവ് കമൻസ് ആണ്. എന്താണെന്ന് വെച്ചാൽ അവർ പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, പിന്നെ അവർ അതുപോലെയുള്ളതാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കമൻസ് വരുന്നത്. അതവർ മനസ്സിലാക്കിയിട്ട് ഇതുപോലെയുള്ള കളവ് പറയാതെ പിന്നെ നല്ല തീരുമാനങ്ങൾ പറയട്ടെ. ഇത്രയേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും.